നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീ അലക്സിനെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 40 വർഷങ്ങൾക്ക് മുൻപ് സിവിയറായിട്ടൊരു ആസ്മ രോഗിയായിട്ട് എൻ്റെ അടുത്ത് വന്ന് 2 വർഷത്തെ ചികിത്സ കൊണ്ട് സമ്പൂർണ്ണമായിട്ട് ക്യൂറായി ഇന്ന് 40 വർഷമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ശ്രീ അലക്സ്. അലക്സിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അലക്സ് ചികിത്സാ അനുഭവങ്ങളിൽ നിന്ന് യോഗയെ പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനറാകണം, ഒരു ടീച്ചറാകണം എന്നുള്ള ഇതിൽ ഞാൻ പഠിച്ച ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ 82 ഡിപ്ലോമ എടുക്കുകയും തിരിച്ചു വന്ന് ഞങ്ങൾ കോട്ടയത്ത് ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കുകയും അതിൽ റെഗുലറായിട്ട് 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാർക്ക് യോഗയെ പറ്റിയുള്ള ടീച്ചിങ്സ് കൊടുക്കുകയും ചെയ്ത് ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ജീവിതം തുറന്നു പോകുന്ന ശ്രീ അലക്സിൻ്റെ യോഗ അനുഭവങ്ങളും അതിൽ കൂടി കിട്ടിയ അനുഭവങ്ങളും അലക്സ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ശ്രീ അലക്സ് 82 യോഗ ഡിപ്ലോമയ്ക്ക് വേണ്ടി ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ പോകുന്നത്. ഡോക്ടർ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന സ്ഥലത്ത് തന്നെ പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോവുകയായിരുന്നു. 82 അവിടുത്തെ ഡിപ്ലോമ രണ്ട് മാസം മറ്റോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ഡിപ്ലോമ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി അവർ കാണിച്ചു തരുന്നു. ബാക്കിയുള്ള നമ്മൾ ചെയ്ത് ഡെവലപ്പ് ചെയ്യണം. അല്ല ഒരു 2 മാസം കൊണ്ട് യോഗ പഠിച്ചു നോക്കില്ല. നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുത്താണ് നമ്മൾ യോഗ പെർഫെക്ഷൻ ആകുന്നത്. അപ്പോൾ മെത്തേഡ് നമുക്ക് കിട്ടും, ഹൗ ടു അപ്ലൈ ഇറ്റ് എന്നുള്ള അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ഇവിടെ പക്ഷേ നമുക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. പേഷ്യൻസ് ഈ ആളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഈ ആദ്യം വന്നത് നമ്മുടെ മീഡിയാസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. ഫസ്റ്റ് ബാച്ച് എന്ന് പറയണേ മനോരമയുടെ മിക്കവാറും എല്ലാ പത്രത്തിൻ്റെയും ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പേഷ്യൻസ് തുടങ്ങുന്നത്. ആദ്യം ഫസ്റ്റ് ബാച്ച് ഇവരായി റെസ്പോണ്ടൻസും എഡിറ്റേഴ്സും ഇവരൊക്കെ ആയിരുന്നു. അത് വലിയൊരു ഇതായിരുന്നു. അത് വെച്ചിട്ടുണ്ടാകും വിജയനീയുടെ മരിച്ചു പോയ പുള്ളിയൊക്കെ അന്ന് പഠിച്ചവരാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് അത് സ്പ്രെഡ് ചെയ്തു, നന്നായിട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെയ്തിരുന്നു. പിന്നെ സ്ഥിരം ക്ലാസ്സുകളായിരുന്നു. അത് അന്നൊക്കെ 3 ബാച്ച് ക്ലാസ് നടത്തിയിരുന്നു. രാവിലെ 2 വൈകുന്നേരം 1 ബാച്ച് ക്ലാസ് ഉണ്ടായിരുന്നു കോട്ടയം ടൗണിൽ തന്നെ. പിന്നെ പല സ്ഥലത്ത് എൻ്റെ ഭാഗമായിട്ട് പഴയ സെമിനാരി ഈ പ്രീസ്റ്റ്ഹുഡിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാതോലിക്ക ഇൻട്രഡ്യൂസ് എടുത്ത് അന്ന് താല്പര്യം എടുത്തിട്ടാണ് അന്ന് ഇവിടെ ക്ലാസ് എടുത്തത്. 2-3 ബാച്ചുകൾ അവിടെ ക്ലാസ് എടുത്തന്ന്. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരം റെഗുലർ ക്ലാസ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ കോട്ടയത്ത് മിക്കവാറും നമ്മൾ ക്ലാസ് നടത്തിയിരുന്നു. പിന്നെ എറണാകുളത്ത് നടത്തിയിരുന്നു. ഷോർട്ട് പീരീഡ് ക്ലാസ്സുകൾ പല സ്ഥലത്ത് പോയി നടത്തിയിരുന്നു. പക്ഷെ അതെല്ലാം ഈ ക്ലാസ് എടുത്തുകൊണ്ടൊരു ഗുണം എനിക്ക് അഡ്വാൻറ്റേജാണ്. കാരണം ഈ പ്രാക്ടീസ് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആകണം. അപ്പോൾ എൻ്റെ പ്രാക്ടീസ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അലക്സിൻ്റെ ഒരു ദിനചര്യ ഈ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടിയതിന് ശേഷം ഇപ്പോഴത്തെ അലക്സിൻ്റെ ഒരു ദിനചര്യയെ പറ്റി ഒന്ന് പറയൂ. ഇപ്പോൾ ഫുൾ ടൈം 24 hours നമുക്ക് പോരാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ. ശരിക്കും ഞാനങ്ങനെ ആക്കിയെടുത്തത് വേണം പറയാം. കാരണം ഈ റൊട്ടീൻ യോഗ എത്ര സമയം ചെയ്യും അലക്സ്? യോഗ 1.5 മണിക്കൂർ രാവിലെ 4 തൊട്ട് 5:30 വരെ. അത് 82 തുടങ്ങിയ റൊട്ടീനാണ്. 4 തൊട്ട് 5:30 വരെ എൻ്റെ പ്രാക്ടീസ് ചെയ്യുക. അത് അലാറൊന്നും വേണ്ട, നമ്മളെ കറക്റ്റ് 4 തന്നെ പ്രാക്ടീസ് നടക്കും. 5:30 ആകുമ്പോൾ തീരും. അത് കഴിഞ്ഞ് ഞാൻ സൈക്ലിങ്ങിന് പോകും. തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതിന് ബയോഗ്യാസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്യും. പിന്നെ പറമ്പിലെ കൃഷി പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. വേറെ പണിക്കാരൊന്നും അങ്ങനെ വെക്കാറില്ല. ആവശ്യം വലിയ ഈ യോഗയിൽ കൂടി ഈ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടാനും ആ കിട്ടിയ ക്യൂറ് ഇതുപോലെ ഓപ്റ്റിമം ലെവലിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അലക്സിനുണ്ടായ അനുഭവങ്ങൾ അതൊന്നുകൂടെ വിവരിക്കാമോ? യോഗയിൽ കൂടി അതിനെപ്പറ്റി അലക്സിൻ്റെ അഭിപ്രായം. യോഗ കൊണ്ടുള്ള ഗുണം ഈ ഫിസിക്കൽ സ്ട്രെങ്ത് എന്നുള്ള ഒരു മെൻ്റൽ പവറാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം കംപ്ലീറ്റ് മാറും. കാരണം നമ്മൾ ടോട്ടൽ ഫ്രീഡമാണ് നമ്മുടെ കൺസെപ്റ്റ് കിട്ടുന്നത്. അത് വലിയ നമുക്ക് അതിനോട് കൂടുതൽ അഫിനിറ്റി ഉണ്ടാവും നാച്ചുറലി. കാരണം എല്ലാം നമ്മൾ ഹെൽത്ത് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരവസ്ഥ. എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ മാനസികമായ ബാലൻസിങ് കൂടെ വരണം. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബാലൻസിങ് ആണ് അതിൻ്റെ കാര്യം. അത് ഉണ്ടാകണമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് മാറ്റം വരണം. അലക്സ്, പ്രാണായാമം ചെയ്തത് കൊണ്ട്
നമ്മളുടെ ആസ്മ എന്ന് പറയുന്ന പിന്നെ ലങ്സിലെ എയർ കയറുന്ന അളവിന്റെ കുറവാണല്ലോ. അതെ. അപ്പൊ ആ പ്രാണായാമമാണല്ലേ ഏറ്റവും കൂടുതൽ അലക്സിന് പ്രയോജനം. ഇനീഷ്യലി അത് മാത്രമാണല്ലോ അതിന് ഇനിഷ്യല്ല ഇപ്പോഴാണേലും പ്രാണായാമമാണ് ഇതിന്റെ യോഗയിലെ ഏറ്റവും മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്താൻ പ്രാണായാമമേ പറ്റുള്ളൂ. പ്രാണായാമമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം ഈ ആസ്മ ഉള്ള കാലത്തെ പോലും ഇതിനോടുള്ള ഭയം ഒഴിവായി കിട്ടുന്നത്, അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാം പോകുന്ന വഴിക്കെല്ലാം മരുന്നും കൊണ്ടേ പോവുള്ളൂ എവിടെ യാത്ര ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നത് നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയ പിന്നെ ഇത് നമ്മൾ സ്ട്രോങ് മാറുക ചെയ്യുന്നത്. കാരണം മെൻ്റൽ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഇന്നത്തെ കാലത്ത് തന്നെ ആപ്ലിക്കേഷൻ കൂടെ ഇപ്പോൾ പേപ്പറിലൊക്കെ കണ്ട സ്കൂളിലൊക്കെ പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത് ചുമ്മാ പേടിയുടെ മാർക്കിൻ്റെ പേടി അല്ല വീട്ടിലെ അതൊക്കെ പറഞ്ഞല്ലേ. അതൊക്കെ ശരിക്കും ഈ മെൻ്റൽ കോൺഫിഡൻസിൻ്റെ കുറവാണ്. അതിന് ഇത് മാത്രം മതി, ബ്രീതിങ് പ്രാക്ടീസ് മാത്രം മതി ആളുകളുടെ മൈൻഡ് ചേഞ്ച് വരാനായിട്ട്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു മരുന്നും ഒന്നിനും കൊണ്ടുപോകാറില്ല. ഇപ്പോൾ അലക്സ് എന്തെങ്കിലും ഭക്ഷണ നിയന്ത്രണങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ വലിയ വേണം കഴിക്കാം, പക്ഷേ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് പഠിച്ച ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഞാൻ അപ്ലൈ ചെയ്ത് അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം എന്ത് കഴിഞ്ഞാൽ വയറ് ഓവർ വരുന്നൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ യോഗയ്ക്ക് തടസ്സമാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മിക്കവാറും. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ ദിവസവും അങ്ങനെയൊന്നുമില്ല, എന്തൊരു തോന്നി അപ്പോഴേ അപ്ലൈ. ഇപ്പോൾ നമുക്ക് കയ്യിൽ ആ ടൂളുണ്ട്, ആ പ്രശ്നം അറിയാം ഇപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. വയറ് കൂടിയേ കുറയ്ക്കാം, ശരീരത്തിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും പിന്നെ അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അലക്സിൻ്റെ ഈ സംയോജിത ചികിത്സ നമ്മളുടെ ഒരു ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ബെനിഫിഷ്യറിയാണ് അലക്സ്. അതില്ലായിരുന്നെങ്കിൽ ഇത്രയും ഒരു ക്യൂർ ഒരിക്കലും കിട്ടത്തില്ല. കാരണം ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര. ഈ യോഗ ആൻഡ് ഡയറ്റാണ് ആ കോമ്പിനേഷൻ. അതാണ് ഇന്നത്തെ കാലത്തിന് വേണ്ട ചികിത്സാ രീതി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കോമ്പിനേഷൻ. അവൻ നമ്മളെ എല്ലാ കാര്യത്തിലും ആപ്ലിക്കണം. ഞാനിപ്പോൾ ചെടി വീട്ടിൽ വൈഫ് ബോട്ടണി ആളാണ്. അപ്പോൾ ഞങ്ങൾ ചെടി വെക്കുമ്പോൾ ഞാൻ പറയും, ഇത് ഈ വീടുകളിലെ ആളുകൾ പൂച്ചെടികൾ മുറ്റത്ത് മാത്രം വെക്കും, പച്ചക്കറി കൃഷി പറമ്പിൽ വെക്കും. ഞാൻ അതിനെതിരാണ്. ഇത് അവിടെ ഇൻ്റഗ്രേഷൻ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഇത് മിക്സ് ചെയ്ത് വെക്കാമെങ്കിൽ പച്ചക്കറിക്ക് ആണ് ഇതിങ്ങളുടെ ശക്തിയും കുറയും. ഇപ്പം ബന്ദി പോലുള്ള ചെടികൾ പച്ചക്കറിയുടെ ഇടയ്ക്ക് വെക്കാമെങ്കിൽ ആണ് ഈ മറ്റു അസുഖങ്ങൾ കുറയും എന്ന് പറയണത്. അപ്പോൾ അതൊരു കോമ്പിനേഷൻ അവിടെ അപ്ലൈ ചെയ്യാം. സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം സന്തോഷത്തോടെ ഇന്ന് അലക്സ് എൻജോയ് ചെയ്യുന്നില്ലേ? പിന്നെ അല്ലേ? അതാ ഇന്റഗ്രേറ്റീവ് മാനേജ്മെന്റ് ഗുണം, അതിന്റെ റിസൾട്ട് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സമ്പൂർണ്ണ ആരോഗ്യം, എൻജോയ് ലൈഫ് വിത്ത് ഓപ്റ്റിമം ഹെൽത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം ആസ്വദിക്കുക, അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് ശ്രീ അലക്സ്. നന്ദി, നമസ്കാരം.